ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ കർണാടകയിലെത്തിയതിൻ്റെ ശേഷം രാവിലെ തന്നെ എണീറ്റു. രാവിലത്തെ കാഴ്ചയൊക്കെ കടന്നു പോങ്ങി അല്ലേ. അങ്ങനെ കുളിച്ചൊക്കെ ഒരുങ്ങിയതിന് ശേഷം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങൾ ഇന്നൊരു സ്ഥലം വരെ പോകുന്നുണ്ട് കേട്ടോ. ഞങ്ങളവിടുത്തെ അമ്മായിൻ്റെ നെയ്ബറായിട്ട് വരും കേട്ടോ. അപ്പോൾ ഒരു സാഗര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ പോയി ഇറങ്ങി ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് സാധനമൊക്കെ വാങ്ങി നമ്മളവിടെ നേരെ വീട്ടിലേക്കാട്ടോ പോയത്. അങ്ങനെ അവിടെ പോയി കുറച്ച് നേരമൊക്കെ നമ്മൾ സംസാരിച്ചൊക്കെ ഇരുന്ന് കുറേ കാലത്തിന് ശേഷമൊക്കെ കാണല്ലേ. പിന്നെ അവിടുത്തെ മെയിൻ ഐറ്റംസ് ഫസ്റ്റായിട്ട് സ്റ്റാർട്ടേഴ്സായിട്ട് തരുന്നത് ഒരു പായസം, അതിലേക്ക് മുളക് ബജ്ജി കേട്ടോ. പിന്നെ ഇത് കഴിക്കുന്നത് നമ്മൾ പുളിയോഗ്ര എന്ന് പറയും. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സാധാ ചോറിൽ ലേശം രസമൊക്കെ ഒഴിച്ചാണ്ട് കഴിച്ചിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഒരു ഫുഡൊക്കെ. അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ അവിടുന്ന് ഓട്ടോ ഓടിച്ച് പോന്നു കേട്ടോ. നമ്മൾ ഉച്ചക്കാണ് അവിടെ എത്തിയത്. ഉച്ചയ്ക്ക് നമ്മളോട് വരാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ നേരത്താണ് നമ്മളവിടെ എത്തിയത്. അങ്ങനെ അവിടുന്ന് ഫുഡ് കഴിച്ച് കുറച്ച് നേരമൊക്കെ സംസാരിച്ചതിന് ശേഷം നമ്മൾ അവിടുന്ന് പോകുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ ഒരു ഐസ്ക്രീം ഷോപ്പിലേക്കാണ് കേട്ടോ. അവിടെ നിന്ന് നമ്മൾ 3-4 ഫ്ലേവർ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോക്ലേറ്റ്, പിസ്ത, പിന്നെ ബട്ടർ സ്കോച്ചൊക്കെ ആയിട്ട് 3-4 ഫ്ലേവേഴ്സൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ നമ്മൾ അവിടുന്ന് കഴിച്ചതിന് ശേഷം നേരെ ഒരു ബേക്കറി കയറി. അവിടുന്ന് ജസ്റ്റ് ഒരു ജാമൂനും ഇത് അവിടുത്തെ ഒരു ഫേമസ് സ്വീറ്റാണ് കേട്ടോ. ഒരു പേര് ഞാൻ പറഞ്ഞുപോയി. അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ ബസ്സിൽ കയറി തിരിച്ച് പോരാ കേട്ടോ. 1 അവറോളം നമുക്ക് യാത്ര ചെയ്യണം കേട്ടോ ബസ്സിലിരുന്ന്. അങ്ങനെ നമ്മൾ ഫൈനലി വീട്ടിലെത്തി. ഞാൻ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കിടക്കാൻ വേണ്ടി ഒരുങ്ങാണ്. അപ്പോൾ ഓക്കെ, ബൈ.